അവിടുന്ന് വോട്ട് കിട്ടും ഇവിടുന്ന് വോട്ട് കിട്ടും എന്നൊന്നും പറയാനില്ല, എല്ലാം കഴിഞ്ഞു. എന്താണ് ഇന്നലത്തെ വോട്ടിംഗ് കഴിയുമ്പോഴുള്ള ഒരു വിശ്വാസം എന്താണ്? അല്ല, ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അത് കുറെ കൂടി വർദ്ധിച്ചു എന്നല്ലാതെ ഒരു കുറവും വന്നിട്ടില്ല. UDF വിജയിക്കും. അതിനപ്പുറം ഞങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. അപ്പം ജനങ്ങളുടെ തീരുമാനത്തെ നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ജനങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ അതിനെ വളരെ സന്തോഷത്തോടു കൂടി എന്ത് തീരുമാനമാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ജനങ്ങൾ ഈ പ്രാവശ്യം കോട്ടയം എന്നല്ല, കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. VVPAT മെഷീനിൽ വൈകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വോട്ടിംഗ് മെഷീൻ വൈകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് പരാതി ഒഫീഷ്യലി കൊടുത്തിരുന്നു. പരാതി ഒഫീഷ്യലി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പല സ്ഥലങ്ങളും പ്രധാനമായിട്ടും ഇപ്പം ഞാനും ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇന്ന് യാത്ര ചെയ്തു മുഴുവൻ. ഇവരും ബാക്കി MLA-മാരൊക്കെയാണ് അവരവരുടെ അസംബ്ലി സെഗ്മെന്റ്സ് നോക്കിയിരുന്നത്. ഞങ്ങൾ വാസ്തവത്തിൽ രാവിലെ ഏറ്റുമാനൂർ കഴിഞ്ഞ് വൈക്കം എന്നുള്ള രീതിയിൽ നീങ്ങുമ്പോഴാണ് പുതുപ്പള്ളിയിൽ നിന്ന് കോൾ വന്നത്. അപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ MLA തന്നെയാണ് വിളിച്ചത്. അവിടെ പല കേന്ദ്രങ്ങളിലും വളരെ വലിയ ക്യൂ വരുന്നു. ആളുകൾ നിന്നും അടുത്ത് 1 മണിക്കൂറിലേറെ കാത്ത് നിന്നും അടുത്ത് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. അപ്പോൾ അവിടെ ശ്രീ ഇറവുച്ചിറ അല്ലേ, ആ ബൂത്ത്, സെൻറ്റ് ജോർജ് UP സ്കൂൾ, അതെ, ഇറവുച്ചിറ. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ഇടവഴി, ഒരു ഇടനാഴി പോലൊരു വഴി, ആളുകൾ മുഴുവൻ അധികം സ്ത്രീകളാണ്. 2 സൈഡിലും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തിങ്ങിക്കൂടി നിൽക്കുന്നു. വളരെ സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അതൊരു കംപ്ലയിൻറ്റ്. അപ്പം പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ കളക്ടറെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ കളക്ടർ ഉടനെ പറയാം, നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് തീരാതെ ഞങ്ങൾ നിരീക്ഷകനെ വിളിച്ചു. ഒബ്സർവർ വന്നു, അദ്ദേഹം നേരിട്ട് വന്നു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അത്ര ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ സംഗതി കുറെ കൂടി സ്പീഡായി. അങ്ങനെ കുറേയേറെ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ജനങ്ങൾ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ കുറെ കൂടി ഞങ്ങൾ ആദ്യം തന്നെ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഈ കൂടുതൽ അംഗങ്ങളുള്ള ബൂത്ത്, ഇപ്പോൾ 1400 വോട്ടർമാരുണ്ട് ആ ബൂത്തിൽ, ഇത് വലിയ പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്സിലറി ബൂത്തുകൾ അനുവദിക്കണം എന്നുള്ള ആവശ്യം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് കൊടുത്തിരുന്നു. UDFന്റെ കമ്മിറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഇത് മോളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, 1500-ലേറെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ഇത് പറ്റുമെന്ന്. പക്ഷേ ഇന്ന് നേരിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് മനസ്സിലായി. ഒരു 700-800 വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലത്ത് അഡീഷണൽ ബൂത്ത് അനുവദിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ആളുകൾ മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷം തിരിച്ചു പോയിട്ട് പിന്നെ വന്ന് വോട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന MLA ഉള്ള കടുതുരുത്തിയിൽ വോട്ട് കുറവുമാണ്, അതേസമയം CPIയുടെ മണ്ഡലമായ വൈക്കത്ത് വോട്ട് കൂടുതലുമാണ്. അത് ഏതെങ്കിലും തരത്തിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഇപ്പം കടുത്തുരുത്തിയിലെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ 7 നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങളുടെ വർക്കിൻ്റെ കുറവുകൊണ്ട് ഒരു കാരണവശാലും ഒരു പെർസെൻറ്റേജ് കുറവെന്ന് പറയാൻ പറ്റില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേയേറെ പ്രവാസി വോട്ടുകളുണ്ട്, കുറേയേറെ ഈ ചെറുപ്പക്കാരൊക്കെ പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിൽ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ടാകും. അതല്ലാതെ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ മറ്റു രീതിയിലൊരു കുറവും വന്നിട്ടില്ല. വൈക്കത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ഈ പറയുന്നത് പോലെ കുറെ കൂടി എന്താ പറയുക ഒരു ത്രികോണ മത്സരം പോലെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കൂടുതൽ പെർസെൻറ്റേജ് വന്നിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പറയുമ്പോൾ UDFന് കിട്ടേണ്ട വോട്ടുകൾ, ആ രീതിയിൽ കിട്ടേണ്ട വോട്ടുകളിൽ ഒരു കുറവ് വന്നതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമായ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഒരു കാരണവശാലും വോട്ടുകൾ കുറയില്ല. ഞങ്ങളുടെ ഒരു പ്രാഥമിക വിലയിരുത്തലിൽ ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ്. പക്ഷെ നാളെ മുതൽ കുറെ കൂടി വിശദമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ വരും. അന്നേരം ഒരു വിശകലനം നടത്തി കഴിയുമ്പോൾ അന്തിമമായിട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും.